ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. മോദി സർക്കാർ 50 ദിവസം തീഹാർ ജയിലിലടച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ താൽക്കാലിക ജാമ്യം നേടി പുറത്തു വന്നതോടെ സംഹാരരുദ്രനായി. ഇരുമ്പഴികൾക്കുള്ളിൽ കിടന്ന് തുരുമ്പിക്കുമെന്ന് കരുതിയ വാൾ എണ്ണയിട്ട് തേച്ചുമിനിക്ക് ഒന്നാന്തരം കായംകുളം വാളായി. സൂചി കൊണ്ടെടുക്കാമെന്ന് BJP കരുതിയതിപ്പോൾ തൂമ്പ കൊണ്ടും എടുക്കാനാവാത്ത സ്ഥിതിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വല്ലാത്തൊരാപ്പല്ലേ പരമോന്നത ആപ്പ് നേതാവ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെ അടിച്ചു വച്ചത്. BJP മുന്നണി വീണ്ടും ജയിച്ചാലും അടുത്ത സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്നതോടെ നരേന്ദ്രമോദി അധികാരമൊഴിയുമെന്നും പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാവുമെന്നും ഒറ്റ കാച്ചങ്ങ് കാച്ചി. മാത്രമോ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ തുടങ്ങിയ നേതാക്കളെ രാഷ്ട്രീയത്തിൽ നിന്ന് മോദി വിരമിപ്പിച്ചത് 75 എന്ന നമ്പർ കാർഡിറക്കിയാണെന്നും തട്ടിവിട്ടു. പോരെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടികൾ അമിത്ഷായ്ക്ക് നിറവേറ്റാൻ കഴിയുമോ എന്ന യമണ്ടൻ ചോദ്യവും. അതോടെ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയം തന്നെ മാറി. BJP സ്വയം പ്രതിരോധത്തിലായി. മോദി കാലാവധി പൂർത്തിയാക്കുമെന്നും മോദി തന്നെ ഭാവിയിലെ ഇന്ത്യ നയിക്കുമെന്നും അമിത്ഷായുടെ വിശദീകരണം പിന്നാലെ വന്നത് വിരളി പൂണ്ടാണെന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത്? പുറത്ത് കണ്ടതിനേക്കാൾ വലുത് മാളത്തിലുള്ളതെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് എത്ര സത്യം. 75 വയസ്സ് തികയുമ്പോൾ നേതാക്കൾക്ക് വിശ്രമം അനുവദിക്കുന്ന കീഴ്വഴക്കം മോദിക്ക് വേണ്ടി BJP അവസാനിപ്പിക്കുകയാണ്. അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയാനിരിക്കെയാണ് വിരമിക്കൽ പ്രായം വീണ്ടും ചർച്ചയായത്. 75 വയസ്സിന് മുകളിലുള്ള ആർക്കും ടിക്കറ്റ് നൽകിയിട്ടില്ല. ഇത് പാർട്ടിയുടെ തീരുമാനമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിടെ മുതിർന്ന നേതാവ് അമിത്ഷാ തന്നെ പറഞ്ഞതാണ്. ഈ നിലപാടിലെ മാറ്റവും അദ്ദേഹം തന്നെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. എന്തൊരു വിരോധാഭാസം! BJPയുടെ ഭരണഘടനയിൽ അത്തരമൊരു വ്യവസ്ഥയില്ല. 2029 വരെ നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് അദ്ദേഹം നേതൃത്വം തന്നെ നൽകുമെന്നും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് അമിത്ഷാ ഇന്നലെ പറഞ്ഞത്. 2016 ഗുജറാത്ത് മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലും 75 വയസ്സിൻ്റെ അലിഖിത പ്രായപരിധി അവസാനിപ്പിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. 70കളുടെ തുടക്കത്തിലും മധ്യത്തിലും പ്രായമുള്ളവരെ കുറച്ച് പാർട്ടി നേതാക്കളെ മാത്രമേ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളൂ. 2022 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ 76കാരനായ യോഗേഷ് പാട്ടേലും 2023 മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ 75കാരനായ ജഗന്നാഥ് സിംഗ് രഘുവംശിയും പാർട്ടിയുടെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥികളായിരുന്നു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, സുമിത്ര മഹാജൻ, യശ്വന്ത് സിൻഹ തുടങ്ങിയവർ 75 വയസ്സ് കഴിഞ്ഞതോടെ വിരമിക്കാൻ നിർബന്ധിതരായി. 75 വയസ്സ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയായി തുടരാൻ കർണാടകയിലെ BS യെദ്യൂരപ്പയ്ക്ക് മാത്രമാണ് സാധിച്ചത്. എന്നാൽ കാലാവധി പൂർത്തിയാകും മുമ്പ് യുവമുഖമായ ബസവരാജ് ബൊമ്മയ്ക്കായി അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു. മാത്രമല്ല, വയസ്സ് പറഞ്ഞ് തന്നെ മുതിർന്ന നേതാക്കളായ മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ, രാജസ്ഥാനിലെ വസുന്ധര രാജ സിന്ധ്യ, ഹരിയാനയിലെ മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയവരെയൊക്കെ അരിഞ്ഞു വീഴ്ത്തി. ഈ സാഹചര്യത്തിലാണിപ്പോൾ മോദിയുടെ കാര്യത്തിൽ ഉരുണ്ട് കളിക്കുന്നത്. അപ്പോൾ അമ്മായിക്ക് അടുപ്പത്തുമാകാം, മരുമോൾക്ക് പറമ്പിലുമായിക്കൂടാ.